കൊച്ചിയിൽ വൻ സെക്സ് റാക്കറ്റ് പിടിയിൽ 2 വനിതകളടക്കം 3 പേരാണ് പിടിയിലായത്. ബംഗ്ലാദേശിൽ നിന്നുള്ള യുവതി ലൈംഗിക പീഡനത്തിനിരയായി യുവതിയെ 20ഓളം പേർക്ക് കൈമാറി. ബംഗ്ലാദേശ് സ്വദേശിനിയെ കൊച്ചിയിൽ എത്തിച്ചത് ബംഗളൂരുവിൽ നിന്ന്. സാലി മുഹമ്മദ് ചേർന്ന് വിശദാംശങ്ങളുമായി. സാലി, ഇതിന്റെ ഒരു അന്വേഷണം എങ്ങനെയായിരുന്നു? ഏത് രീതിയിലാണ് ഈ 3 വനിതകളിലേക്ക് പോലീസ് എത്തിപ്പെട്ടത്? അതായത് പോലീസ് ഇത് സംബന്ധിച്ചൊരു അന്വേഷണം, ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു അന്വേഷണമാണ് ഇപ്പോൾ വലിയൊരു സെക്സ് റാക്കറ്റ് എന്ന വിവരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു പെൺകുട്ടി 20 വയസ്സുകാരി ഒരു യുവതിയാണ് പീഡനത്തിനിരയായത്. അവർ ബംഗ്ലാദേശ് സ്വദേശിനിയാണ്. ഇവർ കുറെ നാളായി ബംഗളൂരുവിലായിരുന്നു. ഇന്ത്യയിലേക്ക് വന്നത് 12ാമത്തെ വയസ്സിലാണ്. 12ാമത്തെ വയസ്സിൽ ഒരു ബന്ധുവിനൊപ്പം പെൺകുട്ടി ഇന്ത്യയിലേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് ബംഗളൂരുവിലായിരുന്നു. ബംഗളൂരുവിൽ ഈ ഇക്കാലം അത്രയും നിരന്തരമായി ഈ സെക്സ് റാക്കറ്റിന്റെ കൈവശമായിരുന്നു പെൺകുട്ടി. പലതരത്തിൽ പലരിൽ നിന്നായി പീഡനത്തിനിരയായി. കഴിഞ്ഞ ആഴ്ചയാണ് കൊച്ചിയിലേക്ക് എത്തിയത്. കൊച്ചിയിലേക്ക് എത്തിയപ്പോൾ അന്വേഷണവും കേസും ഒക്കെ ആയി എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ കൊച്ചിയിലേക്ക് എത്തിയപ്പോൾ അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് എത്തുകയും ഈ പെൺകുട്ടിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ലഭിച്ച വിവരം, ഒരാഴ്ച മുമ്പ് കൊച്ചിയിലെത്തി. ഈ ഒരാഴ്ച കൊണ്ട് 20ഓളം പേർ തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പെൺകുട്ടി, 20 വയസ്സുകാരി യുവതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 3 പേർ പിടിയിലായിട്ടുണ്ട്. അതിൽ 2 പേർ മലയാളികളാണ്, ഒരാൾ കന്നഡ സ്വദേശിനിയാണ്. ഒരു പുരുഷനും 2 സ്ത്രീകളുമാണ് പിടിയിലായിരിക്കുന്നത്. ഈ 3 പേർക്കെതിരെയും കേസെടുത്ത് അവരിപ്പോൾ പോലീസ് സ്റ്റേഷനിലുണ്ട്. അതായത് വിപിൻ, ജഗിത എന്നീ മലയാളികളും സെറീന എന്ന് പറയുന്ന ഒരു ബംഗളൂരു സ്വദേശിനിയുമാണ്. ഈ സെറീന എന്ന് പറഞ്ഞ ബംഗളൂരു സ്വദേശിനിയാണ് ഈ പെൺകുട്ടിയെ കേരളത്തിലേക്ക്, കൊച്ചിയിലേക്ക് എത്തിച്ചത്. അവിടെ മനക്കപ്പറമ്പ് കേന്ദ്രീകരിച്ച്, എളമക്കരയ്ക്ക് സമീപം ഒരു വീട് കേന്ദ്രീകരിച്ച് ഇത്തരത്തിലൊരു പെൺവാണിഭം നടത്തുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതനുസരിച്ചുള്ള അന്വേഷണമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതായാലും പോലീസ് വളരെ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നു. ആരൊക്കെ പീഡിപ്പിച്ചു, ഇവിടെ കേരളത്തിലെത്തിയ ഒരാഴ്ചത്തെ കേസാണ് ഇപ്പോൾ കേരള പോലീസ് അന്വേഷിക്കുന്നത്. കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കും എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇവരെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്, പിടിയിലായ 3 പേരുടെയും. ഒപ്പം ഈ പെൺകുട്ടി ഇപ്പോൾ പോലീസിന്റെ കൈവശം തന്നെയുണ്ട്. പെൺകുട്ടിയുടെയും മൊഴി രേഖപ്പെടുത്തി വരുന്നു. ഏതായാലും പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ഞെട്ടിക്കുന്ന ഒരു സെക്സ് റാക്കറ്റിന്റെ വിവരം തന്നെയാണ്. 12ാം വയസ്സ് മുതൽ ഇന്ത്യയിലെത്തിയ ഒരു പെൺകുട്ടി 20 വയസ്സ് വരെ നിരന്തരമായി സെക്സ് റാക്കറ്റിന്റെ കൈവശം ഇരുന്ന് നിരന്തരമായി പീഡനത്തിനിരയായിരിക്കുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരം. പക്ഷെ അത് കേരളത്തിലെത്തിയിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. കൊച്ചിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എളമക്കരയ്ക്ക് സമീപം മനക്കപ്പറമ്പിൽ ഒരു വീട് കേന്ദ്രീകരിച്ച് അത് പെൺവാണിഭം സംഘം പ്രവർത്തിക്കുകയായിരുന്നു. ഈ പെൺകുട്ടിയെ പലർക്കായി കാഴ്ചവെച്ചിട്ടുണ്ട്. 20ഓളം പേർക്ക് ഈ ഒരാഴ്ച കൊണ്ട് കാഴ്ചവെച്ചിട്ടുണ്ട്. അവരാരൊക്കെ, എങ്ങനെ എന്നുള്ളതൊക്കെ പോലീസ് അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഏതായാലും ഇന്നലെ മുതൽ പോലീസിന്റെ പിന്നാലെയായിരുന്നു. ഇന്നാണ് പോലീസ് ഒരു വിവരം പുറത്തേക്ക് നൽകിയിരിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, സാലി മുഹമ്മദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.